Hi, future doctors. Welcome to SS Physics classes. നമ്മുടെ നീറ്റ് റിവിഷന്റെ 16ാം ദിവസം വിത്ത് എ ഗുഡ് ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഒരു പരിധിവരെ ബ്രെയിൻഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. സോഡിയോ 1 നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ബിഗ് ചാപ്റ്ററിനോളം കോമ്പറ്റബിൾ ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അവിടെ 90+ ക്വസ്റ്റ്യൻസ് ആണ് 33 വർഷമായിട്ട് ചോദിച്ചതെങ്കിൽ ഹിയർ വിത്ത് 88 ക്വസ്റ്റ്യൻസ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മിങ് എൻട്രൻസ് എക്സാമിന് ഉറപ്പായിട്ടും ഒരു 2 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു, ചിലപ്പോൾ അത് 3 ക്വസ്റ്റ്യൻസ് വരെ ആകാൻ സാധ്യതയുണ്ട്. Have a lot of applications in other chapters too. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യതയോടെ തിയറി നന്നായിട്ട് നോക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ദാറ്റ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. സോ ആദ്യം മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറൻറ്റ് ലൊക്കേഷൻസിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 നിയമവശങ്ങളാണ് ആദ്യം ചർച്ച ചെയ്യുക. First one, it is nothing but our Biot-Savart's law. അവിടെ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകൾ, ഒന്ന്, ഒരു കറണ്ട് എലിമെന്റ്. Keep in mind that the current element, that ideal, that is treated as a pure vector quantity, got the direction along the direction of current. അത് കാരണം R എന്ന് പറയുന്ന സെപ്പറേഷൻ അകലെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്, ഓർക്കണേ, ബയോട്ട്-സാവേർട്ട്സ് ലോ എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആകുന്നത് ചെറിയ കോൺട്രിബ്യൂഷൻസ്, ഇൻഫിനിറ്റെസിമലി സ്മോൾ കോൺട്രിബ്യൂഷൻസ് കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് dB take the value as is equal to that mu0/4 pi into that I dl sin theta, that division by r square. ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെക്ടർ ഫോം ഓഫ് ബയോട്ട്-സാവേർട്ട്സ് ലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കോൺസെപ്റ്റ് മറന്നു പോകരുത്. വെക്ടർ കൺസെപ്റ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ആറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വി ക്യാൻ സേ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഇൻ ക്രോസ് പ്രോഡക്റ്റ്. ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ക്യൂട്ട് വേ. എങ്ങനെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കി. ദാറ്റ് ഐ dl cross vector r, that division by r cube. അതിനു പകരം ഈ വെക്ടർ ആറിന് പകരം നമ്മൾ യൂണിറ്റ് വെക്ടർ ആണ് എലോങ് ആർ എടുക്കുന്നതെങ്കിൽ ഡിനോമിനേറ്റർ r² ആയിട്ട് നിൽക്കുമെന്നുള്ള കാര്യം മറക്കരുത്. ഇതില് നമ്മുടെ ബയോട്ട്-സാവേർട്ട്സ് ലോ ആപ്ലിക്കേഷൻ ആയിട്ട് 3 കേസസ് എങ്കിലും മിനിമം നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെയിറ്റ് കണ്ടക്ടറുടെ കോൺട്രിബ്യൂഷൻ ആണ്. ഒരു ലോങ് തിൻ സ്ട്രെയിറ്റ് കറണ്ട് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട് I ആണെങ്കിൽ ഒരു R എന്ന് പറയുന്ന സെപ്പറേഷനിലുള്ള ഒരു ലൊക്കേഷനിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം? അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കണേ, 2 എൻഡ് ഓഫ് ദ വയറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് അറിയാമെങ്കിൽ, say alpha and beta, and keep in mind the magnetic field at the point we take the value as is equal to as mu0 division by 4 pi into I by the separation into the sin alpha plus sin beta. ആ 2 വാല്യൂ എങ്ങനെ ഡിഫറൻറ്റ് കേസസിൽ മാറുന്നു എന്നുള്ള കാര്യം മറക്കരുത്, വളരെ പ്രധാനം. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഓർക്കണേ, ആൽഫയും ബീറ്റയും 90 ഡിഗ്രി ആയി മാറുമ്പോൾ ലുക്ക്, ദ വാല്യൂ ബിക്കം mu0/4 pi into 2i division by r. ഓർക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്ക് ശ്രദ്ധയിൽ വെക്കേണ്ട ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത്, സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എലോങ് ദ ആക്സിസ് ആണ് വരുന്നതെങ്കിൽ മറക്കരുത്, നമ്മുടെ ബയോട്ട്-സാവേർട്ട്സ് ലോയിലെ തീറ്റ എന്ന് പറയുന്നത് 0യോ 180 ഡിഗ്രിയോ ആകുന്നത് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എലോങ് ദ ആക്സിസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു
കർവ്ഡ് ആർക്ക് അവന്റെ സെന്ററുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ആ സെന്ററിൽ മേക്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്താണ്? So that is nothing but is equal to as mu0 division by 4 pi into that I by r into the angle subtended. അപ്പോൾ ഓർക്കണേ, അതൊരു സർക്കുലർ കോയിലായിട്ട് മാറുമ്പോൾ that angle subtended become 2 pi. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ സർക്കുലർ കോയിലിന്റെ കോൺട്രിബ്യൂഷൻ അറ്റ് എ പോയിന്റ് സേ എക്സ് ഫ്രം ദ സെന്റർ. അവന്റെ സേ റേഡിയസ് എന്ന് പറയുന്നത് ആറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, സേ എ ആയിട്ടാണ് കൺസിഡർ ചെയ്താൽ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെപ്പറേഷൻ എക്സ്. മറന്നു പോകരുത്, ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ബേസിക് ആയിട്ട് ആദ്യത്തെ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. സോ ഐ ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ n ഇൻറ്റു ആസ് 2 pi r സ്ക്വയർ ദാറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് റേഡിയസ്. ഇവിടെ നമ്മൾ a ആയിട്ടാണ് എടുത്തത്. സോ a സ്ക്വയർ പ്ലസ് x സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3 by 2. നമ്മൾ ഏതൊരു പോയിന്റിലെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. അവിടെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണെങ്കിൽ തമ്പിന്റെ ഡയറക്ഷനിലേക്ക് കറണ്ട്, then the curling of the fingers that will give the direction of the magnetic field. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. നേരെ തിരിച്ചൊരു ഓപ്ഷൻ വരാം. നമ്മുടെ സർക്കുലർ കോയിൽ അടക്കമുള്ള കർവ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ നേരെ തിരിച്ച് ചിന്തിക്കണേ, curling of the fingers that will give the direction of our current and the magnetic field is given by the thumb. ഈ രണ്ട് കോൺസെപ്റ്റുകളും മറക്കരുത്. ഒരിക്കൽ കൂടെ, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ വരുമ്പോൾ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷനിലേക്ക് തമ്പ് പിടിച്ചതിന് ശേഷം കേളിംഗ് ഓഫ് ദ ഫിംഗേഴ്സ് ആണ്. അപ്പോൾ അപ്വേർഡ് ആയിട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് പാത്തിലായിരിക്കും അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻസ് വരിക എന്നർത്ഥം. നേരെ തിരിച്ച് അവൻ താഴോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിട്ട് മാറുന്നു എന്നൊരു കോൺസെപ്റ്റ് മറക്കരുത്. പക്ഷേ സർക്കുലർ ആയിട്ടുള്ള കറണ്ട് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ കേളിംഗ് ഓഫ് ദ ഫിംഗേഴ്സ് എന്ന് പറയുന്നത് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ the thumb will indicate the direction of the magnetic field. അപ്പോൾ ഒരു ഇൻഫിനിറ്റെസിമലി സ്മോൾ കോൺട്രിബ്യൂഷൻസ് കണ്ടുപിടിക്കുവാൻ ബയോട്ട്-സാവേർട്ട്സ് ലോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള കോൺഫിഗറേഷന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് നമ്മുടെ ആംപിയേഴ്സ് സർക്യൂട്ട് ലോ. മറക്കരുത്, ദാറ്റ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ that take the value as is equal to mu0 times the current enclosed. So that is the very important concept. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളിലേക്കാണ് നമ്മൾ കിടക്കുക. നോക്കൂ, നല്ല ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുക. വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് ചാർജസിലെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ ഒരു കോൺസെപ്റ്റ് നമ്മൾ അവിടെ പറഞ്ഞു. മറക്കരുത്, ദർ ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. നമ്മൾ രണ്ട് സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ പാരാമീറ്റർ എന്ന് പറയുന്നത് വെക്ടർ ആകുമ്പോഴും സ്കേലാർ ആകുമ്പോഴും. വെക്ടർ ആണെങ്കിൽ ഓർക്കുക, വെക്ടർ സം നമ്മൾ കൺസിഡർ ചെയ്യണം, വെക്ടർ ആൾജിബ്ര ഒബേഡ് ആയിരിക്കണം. പക്ഷേ നമ്മളുടെ സ്കേലാർ ആണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ ആൾജിബ്രൈക് സം ഓഫ് ദ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടേഴ്സ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, വളരെ ശ്രദ്ധയോടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാൻ ശ്രമിച്ച് ആൻസറിലേക്ക് വരാൻ ശ്രമിച്ച്. Come on, everybody. Two long parallel wires P and Q are both perpendicular to the plane of the paper with a distance of 5 meters between them. അപ്പൊ നമുക്ക് ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതിനെ കൺവീനിയൻസിന് വേണ്ടി നമ്മുടെ മോണിറ്ററിന് പാരലായിട്ട് അങ്ങ് വരച്ചേക്കാം. അപ്പൊ നമുക്ക് ഡയറക്ഷനെ കുറിച്ച് അധികം ചോയ്സസ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ തന്നെ ആയിക്കൊള്ളു. യെസ്, അപ്പൊ അതിനെ നമുക്ക് പി ആയിട്ട് ഒരെണ്ണം ക്യൂ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അവ തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 5 meter. If
P and Q carries the current. That is one, it is given as 2.5 ampere, and the second one, it is given as is equal to 5 ampere. That the currents are in same direction. We have to find the magnetic field at a point halfway. എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി 5 മീറ്റർ. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് അത് ഡി ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2 ആസ് 2.5 മീറ്റർ ആണ് ഗ്യാപ്പ് എങ്കിൽ. അപ്പൊ നമ്മള് ഡയറക്ഷൻ ഉൾപ്പെടെ ചിന്തിക്കണം ഇത് എങ്ങോട്ടാണ് എന്നുള്ള കാര്യം. ഇപ്പൊ രണ്ടിലും ഒരേ ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് കണ്ടക്ടറുടെ കോൺട്രിബ്യൂഷൻ. എങ്ങനെയാണ് ഫോർമുല? എപ്പോഴും ഓർക്കണം, ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിൽ അവന്റെ കോൺട്രിബ്യൂഷന്റെ ഫോർമുല ദാറ്റ് ഈസ് μ0 ഡിവിഷൻ ബൈ 4π ഇൻറ്റു ദാറ്റ് ഈസ് 2i ഡിവിഷൻ ബൈ സെപ്പറേഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് കണ്ടക്ടർ കൊണ്ട് ഡി ഗ്യാപ്പിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? നമുക്കതിനെ B1 ആയിട്ട് കൊടുക്കാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചേ. as μ0 by 4π ഇൻറ്റു കറണ്ട് 2i1 ആയിട്ട് എടുക്കാം. സെപ്പറേഷൻ ഡി ആണ്. ഇനി അതിന്റെ ഡയറക്ഷനെ കുറിച്ച് വളരെ വ്യക്തമാകണം. കാരണം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു പ്യുവർ വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് വെക്ടർ ആൾജിബ്രയാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വണ്ണിന്റെ മാഗ്നിറ്റ്യൂഡായി. ഡയറക്ഷൻ എങ്ങനെ? കറണ്ടിന്റെ ഡയറക്ഷനിലേക്ക് തമ്പ് പിടിച്ചേ. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് എടുത്തേ. Can you sense it? What is the direction of that magnetic field? മോണിറ്ററുമായിട്ട് ബന്ധപ്പെടുമ്പോൾ is it inwards or outward? Come on, say. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞേ. അപ്പൊ ഇവിടെ നമുക്ക് മേപ്പോട്ടാണ് കറണ്ട് പോകുന്നത് ഫസ്റ്റ് കണ്ടക്ടറിൽ. അപ്പൊ അവിടുത്തെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഒന്ന് നോക്കിയേ. യെസ്, സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. അപ്പൊ അവിടെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. പ്ലീസ് ഷെയർ വിത്ത് മീ ഫോർ ദ ഫസ്റ്റ് കണ്ടക്ടർ. ഈ പൊസിഷനിൽ എങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്? Is it inward or outward? What we can say? Come on, everybody. Exactly. Come on. Please share with me. നമുക്ക് ആ ഡയറക്ഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പോക്ക് വളരെ ക്യൂട്ട് ആവും. So what is the direction for that one? So we can say it is a inward. That is important. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് B2. വീണ്ടും അതേ സെപ്പറേഷനിൽ ഇരിക്കുന്ന ഒരു പോയിന്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് കണ്ടക്ടർ. അതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതിന് വ്യത്യാസം വരുന്നില്ല, അല്ലെ? പക്ഷെ ഡയറക്ഷനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തം. മാഗ്നിറ്റ്യൂഡിന്റെ ഫോർമുലയ്ക്ക് വ്യത്യാസം വരുന്നില്ല, പക്ഷെ കറണ്ട് വ്യത്യാസമുണ്ട്. ഡയറക്ഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? വീണ്ടും നമ്മൾ ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോ കറണ്ടിന്റെ ഡയറക്ഷനിലേക്ക് തമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ട് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആ പൊസിഷനിൽ വരുമ്പോൾ ഔട്ട്വേർഡ് ആണ്. ഔട്ട്വേർഡ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്, ഡോട്ട് ആയിട്ടാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരെണ്ണം ഇൻവേർഡ് ആണ്, ഒരെണ്ണം ഔട്ട്വേർഡ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ വെക്ടർ സം എടുക്കണം. ഒരെണ്ണം മേപ്പോട്ട്, ഒരെണ്ണം താപ്പോട്ടാണ്. അപ്പൊ വെക്ടർ സം എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയിൽ ആയതുകൊണ്ട് നമുക്ക് വലുത് മൈനസ് ചെറുതെടുത്താൽ പോരെ? യെസ്, എന്നിട്ട് വലുതിന്റെ ഡയറക്ഷൻ നമ്മൾ കൊടുത്താൽ പോരെ? സോ B2 മൈനസ് B1. അപ്പൊ ഈ രണ്ടിടത്തുനിന്നും നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് μ0 by 4π ഇൻറ്റു 2/d നമുക്ക് പുറത്തെടുത്താൽ ദാറ്റ് ഈസ് I2 മൈനസ് I1 എന്ന് നമുക്ക് പറയാം. സോ നമ്മൾ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. പെട്ടെന്ന് എന്താ μ0? നമ്മുടെ ചോയ്സസ് ഒക്കെ നോക്കിയാൽ അത് അതേപടി കിടപ്പുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് അവിടെ തന്നെ അങ്ങനെ തന്നെ നിലനിർത്താം. ദാറ്റ് ഈസ് 2 ഡിവിഷൻ ബൈ എന്താണ് ഇവ തമ്മിലുള്ള സെപ്പറേഷൻ ആയിട്ട് തന്നിരിക്കുക? ദാറ്റ് ഈസ് 2.5 ഇൻറ്റു വാട്ട് ഈസ് I2 മൈനസ് I1? I2 എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്, അല്ലെ? ദാറ്റ് മൈനസ് 2.5 എന്ന് പറയുമ്പോൾ അത് 2.5 അല്ലേ? സോ 2.5 2.5 cancel, 2 4 cancel. So you get the concept as is equal to as μ0 division by yes 2 pi
And we can say exactly that the fourth choice is the answer. Okay, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളിവിടെ കോമ്പിനേഷൻ ഓഫ് ടു കണ്ടക്ടേഴ്സ് ആണ് എടുത്തത്. അത് രണ്ടിന്റെയും മിഡിൽ പോയിന്റിൽ എന്താണ് അതിന്റെ എഫക്റ്റ് എന്നുള്ളത് ഡയറക്ഷൻ ആദ്യം കണ്ടുപിടിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്തു. അവിടെ തമ്പിന്റെ ഡയറക്ഷനിലേക്ക് നമ്മൾ കറണ്ട് എടുത്തു. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കേളിംഗ് ഓഫ് ദ ഫിംഗേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ കണ്ടക്ടറിൽ നമുക്ക് കറണ്ട് മേളിലോട്ട് ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് ആയിട്ട് കിട്ടി. പക്ഷെ രണ്ടാമത്തെ കണ്ടക്ടർ വന്നപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ കോൺട്രിബ്യൂഷൻ ഔട്ട്വേർഡ് വന്നു. അപ്പൊ അവ തമ്മിൽ 180 ഡിഗ്രി ഡിഫറൻസ് വന്നു. അതുകൊണ്ട് വെക്ടർ സം എടുക്കേണ്ടി വന്നത് കൊണ്ട് വലുതിൽ നിന്ന് നമ്മൾ ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിച്ചു. ഈസ് ഇറ്റ് ഫൈൻ? ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ, നമ്പർ 2. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആവർത്തിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്വന്തമായിട്ട് ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ. ആദ്യം നമുക്ക് മനോഹരമായിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഓക്കെ, കം ഓൺ എവരിബഡി, യു ക്യാൻ. നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് നമ്മുടെ നീറ്റ് 2021 വെയിറ്റ് ചെയ്യാൻ പറ്റുക. നോ ഡൗട്ട് അറ്റ് ഓൾ. എ കോയിൽ ഓഫ് 1 turn is made of a wire of certain length, and then from the same length a coil of 2 turns is made. നമുക്ക് ആ 2 turnsന് പകരം അതിനെ n turns ആക്കി മാറ്റാം. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ഒരു L ലെങ്ത് ഉള്ള ഒരു വയർ ഉണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ട് ആദ്യം ഒരു ടേൺ വയർ ആയിട്ട് എടുത്തു. അപ്പോൾ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് 6 ആയിട്ട് എടുക്കാം. എന്നിട്ട് അതിനെ മാറ്റിയിട്ട് അങ്ങനെ n ടേൺ ഉള്ള ഒരു R' റേഡിയസ് ഉള്ള ഒരു കോയിൽ ഉണ്ടാക്കിയാൽ the same current is passed in both the cases, then the ratio of magnetic induction at their center will be. അപ്പൊ നമ്മൾ ഇത് നമ്മുടെ ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കാം. ആൻഡ് ദിസ് വൺ ആസ് ദ സെക്കൻഡ് വൺ. അപ്പൊ ഫസ്റ്റ് കേസിൽ എന്ന് പറയുമ്പോൾ ഒരു ടേൺ ആണുള്ളത് അല്ലെ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ ആയിട്ട് നമ്മുടെ കോയിലിന്റെ കോൺട്രിബ്യൂഷൻ ഒന്ന് ഓർത്ത് നോക്കിയേ. μ0/4π into that I division by അതിന്റെ റേഡിയസ് into ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെന്റർ. ആ തരത്തിൽ പഠിച്ചിരിക്കണം കേട്ടോ എപ്പോഴും. കാരണം μ0/4π എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് 10⁻⁻7 എന്നുള്ള കോൺസെപ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ നമ്മൾ എപ്പോഴും ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ടേൺ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. ഇനി അപ്പൊ രണ്ടാമത്തെ കേസിലേക്ക് എങ്ങനെ നമുക്ക് ആൻസർ കൊടുക്കാം? അപ്പൊ രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ n ടേൺസ് ആയിട്ട് മാറി. അപ്പൊ ഒരു ടേണിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? സോ μ0/4π into the same current is flowing, radius we taken as R', but the same angle at the center, but they are with the n turns. അതുകൊണ്ട് നമ്മൾ n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരു ടേണിന്റെ കോൺട്രിബ്യൂഷൻ സിമ്പിൾ ആണ് അറ്റ് ദ സെന്റർ. μ0/4π into I/R into 2π. അങ്ങനെ എത്ര? n ടേൺസ്. അപ്പൊ ഇനി ഒരു കമ്പാരിസന് വേണ്ടി നമുക്ക് R' കൂടെ ഒന്ന് മാറ്റാൻ ശ്രമിക്കാം. നോക്കണേ, ഒരു സിംഗിൾ ടേൺ ആയിരുന്നപ്പോഴുള്ള ലെങ്ത് തന്നെയല്ലേ n ടേൺസ് ആക്കുമ്പോഴും ഉണ്ടായിരിക്കുക. അപ്പൊ ലെങ്ത് ഫോർ ദാറ്റ് ആ റേഡിയസ് എന്ന് പറയുന്നത് തന്നെയല്ലേ R'. അപ്പോ ഇവിടത്തെ റേഡിയസ് R ആണെങ്കിൽ അവന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് 2πr അല്ലേ. അതേ ലെങ്ത് വെച്ച് ഇവിടെ R' റേഡിയസ് ഉള്ള എത്ര കോയിലാക്കി മാറ്റി, എത്ര ടേൺ ആക്കി മാറ്റി? n ടൈംസ് ആക്കി മാറ്റി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? n ടൈംസ് 2π into R'. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ 2π ക്യാൻസൽ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് R' പകരം എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? R/n. അതൊരു വളരെ പ്രധാനപ്പെട്ട സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ B' ഇക്വേഷനിലേക്ക് വന്നേ. Come on everybody, try to solve it and share the answer so quickly. പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വ്യക്തതയോടെ മനസ്സിലാവും. പെട്ടെന്നാവട്ടെ. So what is R'? That is R/n into 2π. അപ്പോ ഈ n-നെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് എടുക്കാം. So that is equal to n square into that μ0/4π into
that I by r into 2 pi. അപ്പൊ നമ്മുടെ ആദ്യത്തെ കേസിലെ ഇക്വേഷനിലേക്ക് എത്തി അല്ലെ. അതിനെയാണല്ലോ നമ്മൾ എന്തായിട്ട് പറഞ്ഞത്, ആദ്യത്തതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് അല്ലെ. സോ n സ്ക്വയർ ടൈംസ് ഓഫ് b0 എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ, ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ദേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യത്തത് b0 അല്ലേ, രണ്ടാമത്തെ നമ്മൾ b ഡാഷ് ആയിട്ടല്ലേ എടുത്തേ. b0 by b dash it becomes 1 by n square. മറന്നു പോകരുതേ കുഞ്ഞുങ്ങളെ, ഈ രൂപത്തിൽ ഒന്ന് പഠിച്ചിരുന്നാൽ മതി. ദ സെക്കൻഡ് കേസിലെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ എന്ന് പറയുന്നത് n സ്ക്വയർ ടൈംസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു a single one. It is very good. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് 2 അല്ലേ. സോ 2 സ്ക്വയർ, സോ 1 by 4. എക്സാക്ട്ലി ഇത് ആവർത്തിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. സോ വി ഗെറ്റ് ദ സെക്കൻഡ് ചോയ്സ് ആസ് ദി ആൻസർ. ഇതിനെ വേണേൽ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കാം. അപ്പൊ ഒരു റേഡിയസ് ഉള്ള ഒരു ടേൺ ഉണ്ട്, അതിനെ n ടേൺസ് ആക്കി കൺവേർട്ട് ചെയ്താൽ അവിടുത്തെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂവിന് എന്ത് വ്യത്യാസം വരും? n സ്ക്വയർ ടൈംസ് ആയിട്ട് അത് മാറും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. So you get the answer as 1:4. Everybody okay? കുഞ്ഞുങ്ങളെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ലേ? യെസ്, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ പ്ലീസ് ട്രൈ ടു സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് ഓൾസോ പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. നിങ്ങളുടെ ലൈക്കും ഷെയറിംഗ് ഒക്കെയാണ് SS ഫിസിക്സ് ക്ലാസ്സിന്റെ ഒരു എനർജി എന്ന് പറയുന്നത്. നിങ്ങൾക്കത് നന്നായിട്ട് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. So that's the reason why that free crash course with our 16 days അല്ലെ, 16ാമത്തെ ദിവസവും നിങ്ങളോടൊപ്പം. സോ റിയലി അത് ഹെൽപ്ഫുൾ ആകുന്നു എന്ന് ഞാൻ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സോ നമുക്ക് മുന്നോട്ട് പോകാം. വീണ്ടും മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കോൺസെപ്റ്റിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 2020ൽ ബയോട്ട്-സാവേർട്ട്സ് ലോയുടെ മറ്റൊരു ആപ്ലിക്കേഷൻ. A long solenoid of 50 centimeter length having 100 turns carries a current of 2.5 ampere. The magnetic field at the center of the solenoid is. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, സെന്റർ വരുമ്പോൾ ഇപ്പൊ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു വേരിയേഷനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ the curve is it is like this one. നോക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. If you just draw the magnetic field for the solenoid with respect to center and keep in mind the very important point, അതിന്റെ നമ്മുടെ one of the end വരുമ്പോൾ മിഡിൽ പോർഷനിൽ എത്രയാണോ വാല്യൂ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഹാഫ് ആയിട്ട് മാറുമെന്നുള്ള കോൺസെപ്റ്റ് നിർബന്ധപൂർവ്വം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണേ. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പോൾ എത്രയാണോ അതിന്റെ സെന്ററിലുള്ള വാല്യൂ അതിന്റെ പകുതിയായിരിക്കും എൻഡ് പോയിന്റ്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് μ0 ടൈംസ് n into I, ആൻഡ് അറ്റ് ദ എൻഡ് പോയിന്റ് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് μ0 ni by 2. ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് ഒന്ന് നോക്കി. മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി നമുക്ക് ഈക്വി ഡിസ്റ്റന്റ് പാരലൽ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നത് കൊണ്ട് തന്നെ പല പ്രാക്ടിക്കൽ കേസസിലും യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നോക്കി, ഔട്ട്സൈഡ് ആയിട്ടുള്ള പോയിന്റുകൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ലൈൻസ് കുറവായതുകൊണ്ട് തന്നെ ഔട്ട്സൈഡ് റഫ്ലി വി ആർ ടേക്കൺ ആസ് 0. അതോടൊപ്പം തന്നെ നമ്മുടെ ടൊറോയിഡിന്റെ കോൺസെപ്റ്റും ഒന്ന് മനസ്സിലേക്ക് വരണമേ. ടൊറോയിഡും ഇതേപോലത്തെ എൻഡ്ലെസ് ആയിട്ടുള്ള സോളിനോയിഡാണ്. അവിടെ ഈ കോർ ഭാഗത്ത് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവൂ. ഇറ്റ് ടേക്ക് ദ സെയിം വാല്യൂ ആസ് μ0 ni. അവിടുത്തെ ഈ പോയിന്റിലും വാല്യൂ 0 ആണ് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു സോളിനോയിഡിന്റെ കാര്യമാണ് അല്ലെ. എന്നിട്ട് അവിടുത്തെ സെന്ററിലെ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇക്വേഷൻ പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ni. Come on everybody. Yes, mu0 is nothing but equal to 4 pi into 10 to the power of -7. And keep in mind, n is the number of turns per unit length. We have to substitute as a capital N by L. Then what is the capital N?
That is the number of turns as 100 division by the length as 50 centimeter. That is 0.5 into that the current there as 2.5 5 by 2. So that is important. So there you can cancel that 0.5 and 0.5. Then what is the answer? Come on, everybody. Yes. So we can write it to be as a 455 into, that's 500. So 5 into 10 to the power of minus 5. So 20 pi into 10 to the power of minus 5. So that is equal to 6.28 into 10 to the power of minus 4. Exactly, you got the answer as is equal to the fourth choice as the answer. That is the very important one. Very good. But 2020, നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എക്സാം പാറ്റേണിനെ കുറിച്ച് ക്ലിയർ ആയി. നമുക്ക് നന്നായിട്ട് അപ്രോച്ചബിൾ ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് തന്നെയാണ് ചോദ്യം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് നോളജ് ഐറ്റമായിട്ടുള്ള ഡയലോഗ്സ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന്. അത് ആ 45 ക്വസ്റ്റ്യനിൽ 2 or 3 ക്വസ്റ്റ്യനുകൾ മാത്രം. അപ്പൊ ഇവിടുത്തെ 50 ക്വസ്റ്റ്യനിൽ ഒരു 3 or 4 ക്വസ്റ്റ്യൻസ് ഒഴിച്ചാൽ ബാക്കിയൊക്കെ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം മറക്കരുത്. So that is a very important concept there. നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യമാണ്. 2 കേസസ് നിങ്ങളുടെ മനസ്സിലേക്ക് ആംപിയർ സർക്യൂട്ടൽ ലോയുടെ കോൺസെപ്റ്റുമായിട്ട് വരണമേ. അതിൽ ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സി ദ കേസ്. ഇങ്ങനെ ഒരു കണ്ടക്ടർ നമ്മുടെ കയ്യിലുണ്ട്. അത് ബേസ് ചെയ്തിട്ട് അവന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കോൺട്രിബ്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു ആർ. അപ്പൊ അത് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സപ്പോസ് ഇതൊരു തിക്ക് കണ്ടക്ടർ ആണെന്നിരിക്കട്ടെ. ഈ തിക്ക് കണ്ടക്ടറിലെ നമ്മുടെ ഡി സി കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെന്നിരിക്കട്ടെ. യൂണിഫോം ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇൻസൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് അവനെ ആർ എന്ന് പറയുന്ന റേഡിയസ് ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് inside at any point. Inside at any point. വളരെ important ആയിട്ടുള്ള കേസ് ആണ്. So there the magnetic field become the value as mu0 division by 4 pi into, that is a very important one, that is 2i division by r square into small r. So സർഫസിൽ വരുമ്പോൾ മറക്കണ്ട, സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ആവും, ആർ ക്യാൻസൽ ആവും, 2i by r തന്നെ ആയിരിക്കും. So at any point inside, that magnetic field is proportional to the separation. That means at the center its value becomes 0. Then till the capital R radius, its value is goes on increasing directly. That is important. Then സാധാരണ കേസ് മാതിരി തന്നെ ഇറ്റ് ഈസ് ഡിക്രീസസ് ആറ്റ് ദ ലിമിറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട കേസ്. പക്ഷെ അപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, സപ്പോസ് ഇതിന് പകരമായിട്ട് നമ്മൾ ഇതൊരു ഒരു ഹോളോ സിലിണ്ടർ ആണ്, അല്ലെങ്കിൽ ഒരു ഹോളോ ട്യൂബ് ആണെന്നിരിക്കട്ടെ. അല്ലെങ്കിൽ തിക്ക് കണ്ടക്ടർ തന്നെ, പക്ഷേ ഫ്ലോ ചെയ്യിപ്പിക്കുന്നത് എ സി കറണ്ട് ആണെങ്കിൽ, ഈ എ സി കറണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്, സ്കിൻ എഫക്റ്റ് എന്ന് പറയും. That means it flows through its surface only. അതുകൊണ്ട് തന്നെ ഒരു ഹോളോ ട്യൂബിന്റെ അതേ പ്രയോജനമായിരിക്കും കിട്ടുക. അപ്പൊ അവിടെ വരുന്ന കേസ് വരുമ്പോൾ കീപ് ഇൻ മൈൻഡ് at any point inside the magnetic field becomes 0, but on either side it will behave as a normal conductor. സോ ഇതാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലത് എപ്പോഴും ഓർക്കുക. ആംപിയർ സർക്യൂട്ടൽ ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. Look, the question here. You can share your answer. A cylindrical conductor of radius r is carrying a constant current. The plot of the magnitude of the magnetic field B with the distance d from the center of the conductor is correctly represented by, so what is the choice there? Come on everybody, I'm waiting your answer, please. What is your answer? Okay, till r വരെ directly proportional. അത് കഴിഞ്ഞതിന് ശേഷം decreases. കാരണം എന്താണ്?
അവിടുത്തെ ഫോർമുല വരുമ്പോൾ ഇപ്പൊ ഈ ആർ എന്ന് പറയുന്നത് ഈ ആറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് എങ്ങനെ പോകും? μ0/4 that is 2i division by r, that is b proportional to 1/r. So we can exactly take the third choice C as the answer. Very good, very good. Exactly, you are right. Very good, very good. So that is a very important concept. So C as the answer. Number 5. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുന്നേ tomorrow Tuesday we are with a simple topic. നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ചില ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മിസ്കൺസെപ്റ്റ് ഉള്ളത് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററുകളെ നമുക്ക് ഒഴിവാക്കാമെന്നൊരു കോൺസെപ്റ്റ് വരും. അത് തെറ്റാണ് കുഞ്ഞുങ്ങളെ. നമുക്ക് ഏറ്റവും ഈസിയോടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മാഗ്നറ്റിസം മാറ്ററും ഇൻഡക്ഷനും എ സിയും ഇ എം വേസും ഒക്കെ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. പ്രോമിസിംഗ് ആയിട്ടുള്ള 100% മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. നിങ്ങൾ അത് തള്ളിക്കളയരുത്. സോ day 17 tomorrow exactly at 9 AM with God's grace. കുഞ്ഞുങ്ങളെ, ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ഒരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതോടൊപ്പം നിങ്ങളുടെ ഡിയർ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ഓർക്കുക. ഈ ചാനലിൽ തന്നെ 2017 വരെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ്ഡ് ആണ്, ഫുൾ സീരീസോടെ. അതോടൊപ്പം തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ട് റേ ഓപ്റ്റിക്സ് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ അത് നന്നായിട്ട് യൂസ് ചെയ്യുക. ഈ ഒരു നീറ്റ് 2020 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 100 ഫിസിക്സ് പോയിന്റ്സ് വിത്ത് സം പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷന് നിങ്ങളെ സഹായിക്കും. ഒരു 5 മിനിറ്റ്സിന്റെ ഡ്യൂറേഷനിലുള്ള കോൺസെപ്റ്റ്സും 1-2 പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്യുന്ന 100 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. അതിൽ നിന്ന് തന്നെയായിരിക്കും 90% കോൺസെപ്റ്റ്സും. സോ ഇഫ് ദ ടൈം അലൗസ്, സോ പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. നമ്മുടെ മൂവിംഗ് ചാർജസിൽ ഒന്ന് പ്രോമിസിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള കോൺസെപ്റ്റ് ആണ്, എസ്പെഷ്യലി റിലേറ്റിംഗ് ദ ലോറൻസ് ഫോഴ്സ്. ഓർക്കുക, വി എന്ന് പറയുന്ന വെലോസിറ്റി, അപ്പൊ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ അവിടെ ഫോഴ്സ് ഇല്ല എന്നുള്ള കാര്യം മറക്കരുത്. സോ ദാറ്റ് ഈസ് ഇൻ വെക്ടർ ഫോം വി ക്യാൻ റൈറ്റ് ടു ബി ആസ് Q into V cross B. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അതില് 3 സ്പെഷ്യൽ കേസസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. ആ 3 കേസസ് ആണ്, 1 that blue, then the second case as that green, and this one as the third case. എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് 3 തരത്തിലുള്ള ട്രജക്ടറീസിനുള്ള പോസിബിലിറ്റീസ് there. പെട്ടെന്ന് മനസ്സിലേക്ക് എടുക്കുക. The first one എന്ന് പറയുന്നത് if the angle between that theta, the angle between the magnetic field and the velocity എന്ന് പറയുന്നത് 0യോ അല്ലെങ്കിൽ 180 ഡിഗ്രിയോ ആണ് സംഭവിക്കുന്നതെങ്കിൽ the magnetic field നോക്കി ഒന്ന് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് നോക്കി. ഇവിടത്തെ സൈൻ തീറ്റ, that means QVB sin theta becomes 0 എന്ന് പറഞ്ഞാൽ magnetic field becomes 0 എന്ന് പറഞ്ഞാൽ it becomes undeflected. That is very important. അവനൊരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ കാണുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഓർമ്മയിൽ നിൽക്കുക. when what happened that theta equal to 90 degree. മറന്നു പോകരുത്, നമ്മുടെ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന ആ ഡിവൈസിൽ ഉൾപ്പെടെ നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് what happened when a charged particle with a velocity enter normal to a magnetic field, and hence you know it is suffered with a uniform circular motion. That means a circular path ആണ് അവന് ലഭിക്കുന്നതെന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാം. അവിടെ നീഡഡ് ആകുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് we can write to be as m into v square by r, and that is provided by the magnetic force as QVB sin theta. Here theta as 90. അവിടെ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻസ് ഒരു കാരണവശാലും മറന്നു പോകരുത്. That is the very important basic concept as m into v by r is equal to QB. മറക്കരുത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്.
അത് മൊമെന്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് പി ഡിവിഷൻ ബൈ ആർ ഇസ് ഈക്വൽ ടു ക്യൂ ബി. വീണ്ടും മറക്കരുതേ, മൊമെന്റത്തെ കൈനറ്റിക് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവിഷൻ ബൈ 2m. അങ്ങനെയാണെങ്കിൽ പി വി ക്യാൻ റൈറ്റ് ടു ബി ആസ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി ഡിവിഷൻ ബൈ ആർ. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ക്യൂ ബി. വീണ്ടും മറന്നു പോകരുത്, ചില പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് കൈനറ്റിക് എനർജി ആസ് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. ഇതൊക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കേസസ് ആണ്, മറക്കരുത്. അവിടെയും ഈ ഒരു കണ്ടീഷനിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ടൈം പീരീഡ് ആൻഡ് ദ ഫ്രീക്വൻസി. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. And the time period is nothing but equal to 2 pi m division by that qb. And the frequency is the reciprocal of the time period. We can write to be as qb division by 2 pi m. The very important point, both the time period and the frequency, keep in mind it is independent of that the speed under consideration. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പൊ അതോടെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൈനറ്റിക് എനർജിയുടെ റിലേഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ എനർജിയൊക്കെ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്, മറക്കരുത്. അത് ജസ്റ്റ് നമ്മുടെ ½ v² കൺസിഡർ ചെയ്തിട്ട് ആ വിയിലേക്ക് ഈ ഇക്വേഷൻ കൊടുത്താൽ ആൻസർ ആയി കഴിഞ്ഞു. സോ അതാണ് നമ്മൾ രണ്ടാമത്തെ കേസിൽ ഡീൽ ചെയ്തത്. മൂന്നാമത്തെ കേസ് മറക്കരുത്, സ്പെഷ്യൽ കേസ് ആണ്. നമ്മൾ ഈ പറഞ്ഞ 3 ആംഗിൾ അല്ലാതെ ഒരു അക്യൂട്ട് ആംഗിളിലേക്കാണ് നമ്മളുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ, and that particle is suffered with a helical path. So that is a very important one. അപ്പോ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ തരത്തിലായിരിക്കുകയും നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എൻറ്റർ ചെയ്യപ്പെടുന്നത് ഒരു ആംഗിൾ തീറ്റയിലുമാണ്. നമ്മളുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ, that velocity we can split into the 2 components. This one as the horizontal component and this becomes that vertical component. മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടുള്ള വി കോസ് തീറ്റ ഒരു എഫക്റ്റും ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. സോ പ്യുവർ ലീനിയർ മോഷൻ നമ്മുടെ വി കോസ് തീറ്റ കൊടുക്കുമ്പോൾ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വി സൈൻ തീറ്റ, ദാറ്റ് വിൽ പ്രൊവൈഡ് ദ റൊട്ടേറ്ററി മോഷൻ, റൊട്ടേറ്ററി സർക്കുലർ മോഷൻ. അതുകൊണ്ട് തന്നെ ഈ സർക്കുലർ മോഷനോടൊപ്പം വി കോസ് തീറ്റ കാരണം ഒരു ലീനിയർ മോഷനും കൂടെ വരുന്നത് കൊണ്ട് അവൻ എക്സാക്റ്റ് ആയിട്ട് ഒരു ഹെലിക്കൽ പാത്ത് പോസിബിൾ ആകുന്നു. അവിടെ നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ ആണ് ടൈം പീരീഡും ഫ്രീക്വൻസിയിലും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. പക്ഷെ ആ വെലോസിറ്റി കോൺട്രിബ്യൂഷൻ ഓർമ്മയിരിക്കട്ടെ, കാരണം ഇവിടെ വരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേം ആണ് പിച്ച്. The pitch is nothing but equal to the linear distance traveled for one rotation in a time period with a velocity as v cos theta. Time period നമുക്കറിയാം, it is nothing but equal to 2 pi m by qb. വളരെ പ്രധാനപ്പെട്ട കേസാണ്, മറന്നു പോകരുതേ. See, look, ലോറൻസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട നല്ല ചില ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുക. കമാൻ, ട്രൈ ടു സോൾവ് ഇറ്റ്. വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. നോക്കണേ. ദ ഫസ്റ്റ് വൺ, the magnetic force acting on a charged particle of charge -2 microcoulomb in a magnetic field of 2 Tesla acting in y direction when the particle velocity is 2i plus 3j into 10 to the power of 6. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴേ നമുക്കറിയാം അവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല Q ഇൻറ്റു ബി ക്രോസ് ബി ആണെന്നറിയാം. ക്രോസ് പ്രോഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചാർജ് ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷെ വെലോസിറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ. ഇറ്റ് ഈസ് ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് 0k ആണെന്ന് നമുക്ക് ക്ലിയർ ആയി. ഇനി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അവന്റെ വാല്യൂ 2 ആണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണെന്നുള്ളത് സൂക്ഷിച്ചു നോക്കുക. ഇത് അലോങ് ദ വൈ ഡയറക്ഷൻ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ 2j ആയിട്ടാണ്. അപ്പൊ അവന്റെ മറ്റ് കമ്പോണന്റുകൾ 0 ആണ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ചാർജ് ഇൻറ്റു ദാറ്റ് ഈസ് -2 into 10 to the power of -6 into യെസ് ഐ ജെ കെ. നമുക്ക് വി ക്രോസ് ബി അങ്ങോട്ട് കണ്ടുപിടിച്ചേക്കാം പെട്ടെന്നാവട്ടെ. So what is the value for that velocity? So velocity എന്ന് പറയുന്നത് it is equal to 2i, അപ്പോൾ 2, 3, 0. And what about the magnetic field value? 0, 2, 0. So that is important. പക്ഷെ വെലോസിറ്റി എടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, അതിന്റെ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് 10 to the power of 6 എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടെയുണ്ട്, അതുകൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ എന്താ നമുക്ക് ഈ 10 to the power of -6 +6 വരുമ്പോൾ അത് 0 ആയി അല്ലേ. സോ -2 ഇൻറ്റു ഇവനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പൊ അത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ ഐ ഇൻറ്റു ക്രോസിംഗ് 0, ഐ ഇൻറ്റു 0. ദെൻ വാട്ട് അബൌട്ട് ജെ? 2 ഇൻറ്റു 0 -0 വീണ്ടും 0. അപ്പൊ നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യപ്പെടുന്ന ടേം എന്ന് പറയുന്നത് കെ ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ 2 ഇൻറ്റു 2 ആസ് എ 4. അപ്പൊ നമ്മളൊന്ന് നോക്കിയേ, ഇതൊക്കെ 0 ആയി പോയില്ലേ. 4 ഇൻറ്റു 2 സോ -8k. എന്ത് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും? കമാൺ എവരിബാഡി പെട്ടെന്ന് ആൻസറിലേക്ക് വന്നു. യെസ്, കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇസഡ് ഡയറക്ഷൻ ആയി അല്ലേ. എക്സാക്ട്ലി. ബട്ട് -k ആണ്, നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ ആണ്. അപ്പൊ 8 ന്യൂട്ടൺ ഫോഴ്സ് ആണ്, ബട്ട് along the negative ഇസഡ് ഡയറക്ഷൻ ആണ്. സോ വി ക്യാൻ ടേക്ക് ദ ഫോർത്ത് ഓപ്ഷൻ ആസ് ദി ആൻസർ. വെരി ഗുഡ്. അപ്പൊ ഈ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള വെക്ടർ ഓൾജിബ്ര നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് വരാൻ ഈസിയോടെ പറ്റും. മറ്റൊരു കൺസെപ്റ്റ് നോക്കിയേ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 2019 വെരി ഗുഡ് എക്സാക്ട്ലി. യെസ്, വെരി ഗുഡ്. നോക്കി നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാൻ നോക്കിയേ. ഫസ്റ്റ് അയോണൈസ്ഡ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം H+ ആണ് അല്ലെ. ആൻഡ് ആൽഫ പാർട്ടിക്കിൾ, അപ്പോൾ നമുക്കറിയാം അത് He2+ ആണെന്ന് നമുക്കറിയാം. വിത്ത് സെയിം മൊമെന്റ്, മറക്കരുത്, സെയിം മൊമെന്റ് enters perpendicular to a constant magnetic field. അപ്പോഴേ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നു യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. The ratio of their radii of path RH is to R alpha will be. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഇനിഷ്യലേ വരണം കുഞ്ഞുങ്ങളെ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ മാഗ്നറ്റിക് ഫോഴ്സ്. V cancel ആയി. സോ M into V division by R is equal to Q into B. അപ്പൊ ഇവിടത്തെ വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മൊമെന്റവുമായിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇങ്ങനെ ഇക്വേഷനിലേക്ക് വരാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിലേഷൻ ഫോർ R ആണ്. സോ വി ക്യാൻ റൈറ്റ് ടു ബി P division by QB. It is given, it is that same momentum. Both the particle in same momentum ആണ്, ഒരേ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പൊ നമുക്ക് R എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു Q എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? അങ്ങനെയാണെങ്കിൽ രണ്ട് കേസിന് നമുക്ക് എങ്ങനെ പറയാം? RH ഡിവിഷൻ ബൈ R ആൽഫ എന്ന് പറയുന്നത് Q ആൽഫ ഡിവിഷൻ ബൈ QH ആയിട്ട് ആൻസർ വന്നില്ലേ? എന്താണ് Q ആൽഫ? The Q alpha is nothing but equal to the charge of the alpha particle, helium nucleus. അപ്പൊ 2 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെന്ന് നമുക്കറിയാം. ഹൈഡ്രജൻ അത് 1 യൂണിറ്റ് ചാർജ് ആണെന്ന് നമുക്കറിയാം. So you get the concept as is equal to, yes, exactly the answer as 2:1. Our first option as the answer. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ തിയറിയിൽ പറഞ്ഞ കോൺസെപ്റ്റ് മറക്കരുതേ. ഇതിന്റെ പല വേർഷൻസ് പറഞ്ഞു. Momentum by R equal to QB. Momentum is replaced with the √2m kinetic energy by R equal to QB. And kinetic energy is replaced with the charge into potential. ഇതൊക്കെ ഓർമ്മയിരിക്കട്ടെ, സ്ഥിരതയോടെ ചോദിക്കുന്ന കോൺസെപ്റ്റുകളാണ്. യെസ്, നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഒക്കെ മൂവ്മെന്റിന് റെസ്പോൺസിബിൾ ആകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. നോക്കി നന്നായിട്ട് വായിച്ചിട്ട് അതിന്റെ ആൻസറിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ നോക്കി. Come on everybody. A beam of electrons is moving with a constant velocity in a region having simultaneous perpendicular electric and magnetic fields of strength 20 volt per meter and
0.5 Tesla respectively at right angles to the direction of motion of the electrons. Then the velocity of electrons must be. And keep in mind, ഈ സൈമൾട്ടേനിയസ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആക്ട് ചെയ്തപ്പോൾ ഇറ്റ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. സോ ദാറ്റ് ഈസ് ദ സ്പെഷ്യൽ കൺസെപ്റ്റ് ഫോർ ദ വെലോസിറ്റി സെലക്ടർ ഇൻ സൈക്ലോട്രോൺ. വളരെ ഇമ്പോർട്ടന്റ്. The force responsible by the electric field is cancelled by the magnetic field, and hence the charged particle is said to be undeflected. Exactly, you're right. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ ക്യൂ ചാർജ് വെച്ചാൽ ക്യൂ ഇ അല്ലേ? അത് മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ അത് ക്യൂ വി ബി സൈൻ 90 അല്ലേ? അവിടെ നിന്ന് നമുക്ക് ചാർജ് ക്യാൻസൽ ആക്കി പോയാൽ എന്ത് കിട്ടി? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വി ടൈംസ് ഓഫ് ബി ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് വൺ. നമുക്ക് വേണ്ട വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ദ മാഗ്നിറ്റ്യൂഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് വാട്ട് 20 വോൾട്ട് പെർ മീറ്റർ ബൈ ദ 0.5 1/2. You get the answer as 40 meter per second. That is exactly the third option. ഈ വെലോസിറ്റി സെലക്ടർ വരുമ്പോഴുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ക്യാൻസൽഡ് ബൈ ദ ഇലക്ട്രിക് ഫോഴ്സ്. ഇതേ കോൺസെപ്റ്റിലാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലും നമ്മുടെ EM waves is undeflected because of there the electric and the magnetic fields are oriented with 90 degrees. So that is the very important ആയിട്ടുള്ള concept. So keep in mind, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്, മറന്നു പോകരുതേ. Now we are with the question number 8. A good question, a good question. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യമാണ്, ഒരു ചാർജ് കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്ന ഒരു കോയിൽ എന്ന് പറയുന്നത് അവന് ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം. With a magnetic moment is nothing but equal to N into I into A. Number of turns into current into area cross section. അതിനെയാണ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുക. ആൻഡ് കീപ് ഇൻ മൈൻഡ്, ആന്റി ക്ലോക്ക് വൈസ് ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കീപ് ഇൻ മൈൻഡ് ആ കോയിലിന്റെ ആ ഫേസ് വിൽ ആക്ട് ആസ് ദ നോർത്ത് പോൾ, നോർത്ത് പോൾ, നോർത്ത് പോൾ. പക്ഷെ ക്ലോക്ക് വൈസ് ആണ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ മറന്നു പോകരുത്, ദാറ്റ് ഫേസ് വിൽ ആക്ട് ആസ് ദ സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ്. ഇത് ബേസിക് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ പറയാണ്, എ ചാർജ്ഡ് പാർട്ടിക്കിൾ വിത്ത് ചാർജ് Q ഈസ് മൂവിങ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് R വിത്ത് സ്പീഡ് V. ദി അസോസിയേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ്, നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് N ഇൻറ്റു ഇവിടെ ഒരു ടേണേ ഉള്ളത് കൊണ്ട് I ഇൻറ്റു ഏരിയ എന്ന് നമുക്ക് എടുക്കും. അതിന്റെ ഏരിയ എന്താണ് നമുക്കറിയാം, R റേഡിയസ് ആയതുകൊണ്ട് πr² എന്ന് കൊടുക്കാം. ഇനി കറണ്ടാണ് വേണ്ടത്, ചാർജ് അല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു സർക്കിളിനെ ബേസ് ചെയ്ത് Q/T എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറ്റാം. നമുക്കിവിടെ ചോയ്സസ് എടുക്കുമ്പോൾ T ഒക്കെ മാറ്റിയെടുക്കണം അല്ലെ, പക്ഷെ ഇവിടെ ഒരു യൂണിഫോം സ്പീഡ് പറയുന്നില്ലേ. അപ്പൊ R റേഡിയസ് ഉള്ള ഒരു സർക്കംഫറൻസ് അവൻ ട്രാവൽ ചെയ്യേണ്ട പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 2πr. അത് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ഉണ്ടെങ്കിൽ ടൈം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ, ഡിസ്റ്റൻസ് ഡിവിഷൻ ബൈ വെലോസിറ്റി എന്ന് നമുക്ക് പറയാലോ. The distance is nothing but equal to 2πr division by that velocity. What is that velocity here? V. So we can substitute as Q division by 2πr by V into πr². So there pi cancel, 1r cancel. You get the value QVR by 2. ഓർമ്മയിരിക്കട്ടെ, ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട്. So exactly we get the fourth option. ഈ മാഗ്നറ്റിക് മൊമെന്റുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ മനസ്സിൽ ബോർ മാഗ്നറ്റോണിന്റെ കേസസ് ഒക്കെ ബേസിക് ആയിട്ടുള്ള കേസസ് ഓർത്തിരിക്കണേ. അതിന്റെ ഇക്വേഷൻ EH ഡിവിഷൻ ബൈ 4πme, അതിന്റെ വാല്യൂ
9.10 to the power of -27. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബോർ മാഗ്നറ്റോൺ ഒക്കെ മറക്കാതെ മനസ്സിൽ ഓർമ്മയിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട കേസാണ്. നോക്കൂ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കേസസ് ആണ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് I/L ക്രോസ്. അവിടെ L എന്ന് പറയുന്നത് എപ്പോഴും കൺസിഡർ ചെയ്യണേ എഫക്റ്റീവ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സെമി സർക്കുലർ ആയിട്ടുള്ള കേസൊക്കെ നമുക്ക് അവനെ എഫക്റ്റീവ് ആയിട്ട് മാറുമ്പോൾ അത് ഡയമീറ്റർ ഉള്ള ഒരു ലെങ്ത് ആയിട്ട് മാറുന്നു എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കണേ. അതോടൊപ്പം അവിടെ സൈൻ തീറ്റ വരുന്നത് കൊണ്ട് തന്നെ തീറ്റ 0 ആയാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ് 0 ആകുമെന്നുള്ള കൺസെപ്റ്റ് മനസ്സിൽ ഓർക്കണം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചാർജ് 2 പാരലൽ ആയിട്ടുള്ള കറണ്ട് ക്യാരിയിങ് ഇൻഫിനിറ്റ്ലി ലോങ് വയർസ്, അവ തമ്മിലുള്ള സെപ്പറേഷൻ R ആയിട്ട് വരുന്നതെങ്കിൽ how we can find the force per unit length on one wire. ഓർക്കണേ, രണ്ട് സെയിം ചാർജ്ഡ് സെയിം കറണ്ട് ഫ്ലോ ആണെങ്കിൽ ഇവ തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ പറ്റി, ആ നാച്ചറിനെ പറ്റി പറയാമോ? അത് അട്രാക്ഷൻ ആയിരിക്കുമോ റിപ്പൾഷൻ ആയിരിക്കും? കമാൺ പ്ലീസ്. സെയിം ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, സെയിം ഡയറക്ഷനിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ what we can say? Come on. Yes, parallel ആണെങ്കിൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ they are said to be attract. അതോടൊപ്പം അപ്പൊ ഇവിടുത്തെ ഫോഴ്സിന്റെ കോൺസെപ്റ്റ് ഒന്ന് എപ്പോഴും പിക്ചറൈസ് ചെയ്ത് മനസ്സിൽ ഓർക്കണേ. They will attract. But at the same time അത് റിവേഴ്സ് ഡയറക്ഷനിലാണെങ്കിൽ ഓർക്കുക, അവിടുത്തെ കോൺസെപ്റ്റ് വരുന്നത് റിപ്പൾഷൻ ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് എപ്പോഴും ഓർക്കുക. അതിന്റെ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ. μ0 division by 4pi into that 2I1 I2 division by that separation. That is a very important concept. So repeaters batch എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? യെസ്, ഫ്രം സെപ്റ്റംബർ 15 ആണ് ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ അത് ഷെയർ ചെയ്യുക. ഓൺലൈൻ വഴിയുള്ള കോച്ചിങ് ആയിരിക്കും. വെബെക്സ് പ്ലാറ്റ്ഫോം ആണ്. ഓൺലൈൻ വഴി തന്നെ എക്സാം ഉൾപ്പെടെ നടത്തുന്ന ഒരു സിസ്റ്റമാണ്, വിത്ത് മൈനസ് മാർക്കിംഗ് ഉൾപ്പെടെയുള്ളത്. അപ്പൊ അതിനുവേണ്ടി കോട്ട ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റവുമായിട്ട് SS ഫിസിക്സ് ക്ലാസ്സസ് ലിങ്ക്ഡ് ആണ്. അവരുടെ PDF ആയിട്ടുള്ള മെറ്റീരിയൽസും അതോടൊപ്പം തന്നെ എക്സാം സ്ട്രാറ്റജിയും ആയിരിക്കും യൂസ് ചെയ്യുക. അതിന് 3 ഭാഗങ്ങളായിട്ടാണ് റിപ്പീറ്റേഴ്സ് ക്ലാസ്സസ് ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മുടെ PDF ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് മെറ്റീരിയൽ വരുന്നു, ഫുൾ ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ കോൺസെപ്റ്റ്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു JEE മെയിൻ ബേസ് ചെയ്തിട്ട് തന്നെ അല്ലെങ്കിൽ നീറ്റ് ബേസ് ചെയ്തിട്ട് തന്നെ ഉള്ള DPPs ഉണ്ടായിരിക്കും. അത് ഓൺലൈൻ വഴി ആപ്പ് വഴിയായിരിക്കും ചെയ്യുക. മൂന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് SS-ന്റെ ക്ലാസ് ആയിരിക്കും. അത് ഡീറ്റെയിൽഡോടെ ഓരോ ചാപ്റ്ററിനും ഒരു മിനിമം 8+ hours ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സസ് ചെയ്യുക. അതിനിടയിലും നമുക്കൊരു 50 questions നമ്മൾ മിനിമം ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് എക്സാംസ് ആയിരിക്കും. ദാറ്റ് ഈസ് മോണിറ്ററിങ്. അത് ആപ്പ് വഴിയായിരിക്കും ചെയ്യുക. അത് പിന്നെ മോഡൽ എക്സാംസ് ഉൾപ്പെടെ അത് ഫിസിക്സ് പരമായിട്ടുള്ള സപ്പോർട്ട് SS ഫിസിക്സ് ക്ലാസ്സിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം ഷെയർ ചെയ്യുക. The classes will start from exactly September 15. ആ തരത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലോ അല്ലെങ്കിൽ ഈ നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വാട്സപ്പ് ആദ്യം ചെയ്യുക, അങ്ങോട്ട് തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം കുഞ്ഞുങ്ങളെ, ഈ ചാനലിനെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഈ ഒരു പാൻഡമിക്കിൽ ഇനി നമുക്കൊരു 10+ days to go for your examination. ഇനി വളരെ പാകതയോടെ പെരുമാറേണ്ട സമയമാണ്.
വളരെ കാര്യമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ഏറ്റവും നല്ല റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു. അതിന് SS ഫിസിക്സ് ക്ലാസിന്റെ കോൺട്രിബ്യൂഷൻ. കുഞ്ഞുങ്ങളെ ക്വസ്റ്റ്യൻ നമ്പർ 9 നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. An arrangement of 3 parallel straight wires perpendicular to the plane of paper carrying same current I along the same direction is shown in figure. Magnitude of force per unit length on the middle wire B is given by. അപ്പൊ ഇതില് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ലുക്ക്, ഇതിന്റെ ഫിഗറിന്റെ വ്യൂ എന്ന് പറയുന്നത്, ഇപ്പൊ ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്, അതാണ് ബി എന്ന് പറയുന്നത്. അടുത്ത് ഇങ്ങനെ ഒരു കണ്ടക്ടർ ഉണ്ട്, ദാറ്റ് ഈസ് സി. അടുത്ത് ഇങ്ങനെ ഒരു കണ്ടക്ടർ ഉണ്ട്, ദാറ്റ് ഈസ് എ. അപ്പൊ ഇങ്ങനെ 3 കണ്ടക്ടർ ആണ് ഇരിക്കുക. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ചോദ്യം. പിന്നെ ഇവിടെ നമ്മൾ മോണിറ്ററിന് പെർപെൻഡിക്കുലർ ആണെന്നുള്ള ഒരു ആസ്പെക്ട്സിലാണ് അവിടെ വരച്ചിരിക്കുന്നത്. കാരണം സർക്കിൾ ഇട്ട് ഡോട്ട് എന്ന് പറയുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എയും ബിയെ കുറിച്ച്, അപ്പൊ ഇവര് തമ്മിൽ പാരലൽ ആയിട്ടല്ലേ, അപ്പൊ അവര് തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ബി എ വിത്ത് റെസ്പെക്ട് എടുക്കുമ്പോൾ ആ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും അല്ലെ, നമുക്ക് അതിനെ എ ബി ആയിട്ട് നമുക്ക് കൊടുക്കാം. അതേപടി ബിയും സിയും ഒരേ ഡയറക്ഷൻ അല്ലെ, അപ്പൊ ഫോഴ്സ് ഓൺ ബി എങ്ങോട്ട് കിടക്കും? യെസ്, ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് സി. ഓക്കെ, ഇനി ഇവർ രണ്ടിലൂടെ സെയിം ഡയറക്ഷൻ ആണ്, സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം രണ്ടിലും ഉള്ള ഫോഴ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് കമാൺ μ0/4π ഇൻറ്റു കമാൺ 2I1 I2 ദാറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് സെപ്പറേഷൻ സ്ക്വയർ അല്ലെ. ഇങ്ങനെയല്ലേ ആക്ട് ചെയ്യാം ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. പക്ഷെ ഇവിടെ ഓർക്കണം, നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആണ് ഇൻ ആക്ഷൻ. എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്ന കാര്യം എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷന്റെ വെക്ടർ സം വേണം. കാരണം നമ്മൾ ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ അപ്പൊ അതിന്റെ റിസൾട്ട് ഉണ്ടെന്ന് എടുത്തേ. അപ്പൊ ആ ഫോഴ്സ് എന്തായിട്ട് വരും? √2 ടൈംസ് എഫ് ആയിട്ട് നമുക്ക് പറയാം അല്ലെ. സോ √2 ടൈംസ് ഓഫ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, ദാറ്റ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ എന്താണ് ദാറ്റ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്? ദാറ്റ് ഈസ് μ0/4π ഇൻറ്റു 2 ഇൻറ്റു കറണ്ട് സെയിം അല്ലേ, സോ I സ്ക്വയർ ഡിവിഷൻ ബൈ ദാറ്റ് സെപ്പറേഷൻ സ്ക്വയർ. ഒരു 2 ഇവിടെ ക്യാൻസൽ ചെയ്യാം, 2 ക്യാൻസൽ ചെയ്താൽ μ0 I സ്ക്വയർ ഡിവിഷൻ ബൈ √2 π ഇൻറ്റു d. ആൻഡ് ഹെൻസ് ഫോർ 9th question, what is the answer? Exactly. Come on, everybody. Yes. So you get the concept as that third option as the answer. Very good. Very good. Good. 9th question. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് NCERT ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, a metallic rod of mass per unit length that is given as is equal to 0.5 kilogram per meter is lying horizontally on a smooth inclined plane. അപ്പൊ അതിന്റെ ആ സ്ട്രക്ചറിനെ പറ്റി ഒന്ന് ചിന്തിക്കണേ, കൺഫ്യൂഷൻ വരരുത്. ഇതാണ് നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് 30 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. അപ്പൊ എങ്ങനെയാണ് അവന്റെ നമ്മുടെ റോഡിന്റെ സ്ട്രക്ചർ? ഇങ്ങനെ നമുക്ക് ഈ തരത്തിൽ അങ്ങനെ ഉള്ളിലോ പുറത്തേക്ക് വരുന്ന തരത്തിൽ ഇങ്ങനെ ഇരിക്കുക. കറണ്ട് വേണമെങ്കിൽ നമുക്ക് ക്രോസ് ആയിട്ട് കൊടുക്കാം, അങ്ങോട്ട് കൊടുക്കാം, whatever may be. Yes, okay. ഇങ്ങനെ ഒരു കണ്ടക്ടർ. ഇനി പറയാണ്, the rod is not allowed to slide down by flowing current through it when a magnetic field of induction 0.25 Tesla is acting on it in the vertical direction. അപ്പൊ മേപ്പോട്ട് മനോഹരമായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യാൻ അവൻ ഇതിനെ താഴോട്ട് വരുത്തുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താഴോട്ട് നമുക്ക് വെയിറ്റ് കൊണ്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ. വാട്ട് ഈസ് ദാറ്റ്? mg sin θ. അപ്പൊ ഇവനെ ക്യാൻസൽ ചെയ്യുന്ന ഒരു ഭാഗം മേപ്പോട്ട് വന്നാൽ ഇവൻ അനങ്ങില്ല. അപ്പൊ അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിൽ ബേസിക് ആയിട്ട് വരേണ്ട ഐഡിയ എന്ന് പറയുന്നത്,
ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടർ എങ്ങനെ ഹൊറിസോണ്ടലി ഇരിക്കുക അല്ലേ? യെസ്. മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കലിയും ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മുടെ ഏത് നിയമം ഉപയോഗിക്കാം? ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മനസ്സിലേക്ക് എടുക്കും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്? യെസ്. അപ്പൊ അവിടുത്തെ സെന്റർ ഫിംഗർ എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കണം. സോ സി ഫോർ കറണ്ട്. ഫോർ ഫിംഗർ എന്ന് പറയുന്നത് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ തമ്പ് വിൽ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതാണ് നമ്മൾ അവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? കമാൺ എവരിബഡി, ഡയറക്ഷൻ ഓഫ് നമ്മളുടെ ഫോഴ്സ് എന്ന് പറഞ്ഞേ. ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കോൺസെപ്റ്റ് എടുത്തു. നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മുകളിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. കറണ്ട് നമുക്ക് ഇൻവേർഡ് ആയിട്ട് കൊടുത്താല് കമാൺ എവരിബഡി, എങ്ങോട്ടാണ് നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. നമ്മുടെ ആ നിയമവശം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്തേ. യെസ്, കറണ്ട് ഇൻവേർഡ് ആയിട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? കമാൺ പ്ലീസ് മെസ്സേജ് മീ. കമാൺ എക്സാക്ട്ലി. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ഡയറക്ഷനിലേക്കായിരിക്കും ദാറ്റ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഹൊറിസോണ്ടലി. അപ്പൊ ഈ പറഞ്ഞ ഫോഴ്സിനെ നമുക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് മുറിക്കാം. ഒരു കമ്പോണന്റ് ഇങ്ങോട്ടായിരിക്കും. അതിനെ നമുക്ക് എഫ് കോസ് തീറ്റ ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സംഗതി ആയി കഴിയും. എന്ന് പറഞ്ഞാൽ ഇവിടെ ദ വെയിറ്റിന്റെ കോൺട്രിബ്യൂഷൻ എം ജി സൈൻ തീറ്റ ഈസ് ക്യാൻസൽഡ് ബൈ എഫ് കോസ് തീറ്റ. അവിടെ നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ട് ആയിട്ട് നമുക്ക് അറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു ILB അല്ലെ? ILB ഒരു സൈൻ തീറ്റ ഉണ്ട്, പക്ഷെ തീറ്റയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ നമ്മുടെ ലെങ്തും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ 90 ആണ്. അത് 1 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് വേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് ആണ് അല്ലെ? സോ I is equal to mg sin theta division by that LB cos theta. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ട് അല്ലെ? അത് ഒരു ഡേറ്റയാണ്. മാസ് ദാറ്റ് ഈസ് ഗിവൻ ആസ് 0.5 ഇൻറ്റു G എന്ന് പറയുന്നത് നമുക്ക് 10 ആയിട്ട് എടുക്കാം. എന്താണ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ? ടാൻ തീറ്റയാണ്. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 30 ആണ്. സോ വി ക്യാൻ സേ 1/√3 ഡിവിഷൻ ബൈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0.25 ആയിട്ടാണ് തന്നിരിക്കുക. On solving, you get the value as exactly 11.32 ampere. So that is the answer. So we can take that third choice as the answer. Very good, very good. Yes, exactly. കുഞ്ഞുങ്ങളെ നോക്കിയേ, ഇവിടെ നമ്മൾ പല ആസ്പെക്ട്സുകൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഒന്ന് മെക്കാനിക്സ്. ഇപ്പൊ മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വെയിറ്റിന്റെ കമ്പോണന്റ് ആയ എം ജി സൈൻ തീറ്റയാണ് ആ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അവിടെ ഉണ്ടാക്കി നമ്മളെടുത്തു. അതെങ്ങനെയാണ്? അതിന് നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തു. ഇപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുന്ന കറണ്ട് ക്യാരിയിങ് റോഡാണ്. അപ്പൊ അവിടെ വെർട്ടിക്കലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്തപ്പോൾ ഒരു കമ്പോണന്റ് ഓഫ് ഫോഴ്സ് അപ്വേർഡ് ആയിട്ട് നമുക്ക് കിട്ടി. അതും എം ജി സൈൻ തീറ്റയും തമ്മിൽ ക്യാൻസൽ ചെയ്തു. അപ്പോഴത്തേക്കുമാണ് ആ വെയിറ്റ് നമ്മുടെ ആ റോഡ് സ്റ്റേഷനറി ആയിട്ട് നിന്നത്. അവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? എം ജി സൈൻ തീറ്റ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു എഫ് കോസ് തീറ്റ. 2018 ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചത്. ഓക്കെ, ഒരൊറ്റ നോട്ടത്തിൽ ആൻസർ പറയാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ നീഡ് യുവർ സപ്പോർട്ട്. കമാൺ എവരിബഡി. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കിയേ. A current carrying loop in the form of a right angle isosceles triangle ABC is placed in a uniform field acting along AB. So AB vertical ആയിട്ട് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. If the magnetic force on the arm BC is F, അപ്പൊ ഇവനിൽ ഒരു F ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം ആ റോഡ് അവിടെ ആ ബി സി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്, എഫ് ആയിട്ട് പറയും. Then what is the force on the arm AC?
That is a very important one. ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്നാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് എക്സാക്ട്ലി ഒരു കാര്യം അറിയാം. നമുക്കറിയാം ILB സൈൻ തീറ്റയാണ് ഓരോ റോഡിലും ആക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ കേസ് AB വരുമ്പോൾ, ഫോഴ്സ് ഓൺ AB വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് L ആൻഡ് B ആയിട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോൾ അത് 0 ആവും. അപ്പൊ FAB 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ക്ലോസ്ഡ് ലൂപ്പ് എന്നുള്ള ഒരു കേസ് വരുമ്പോൾ നെറ്റ് മാഗ്നറ്റിക് ഫോഴ്സ് അവിടെ 0 ആകണം. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അങ്ങനെ വരണമെങ്കിൽ BCയിൽ നിന്ന് F കോൺട്രിബ്യൂഷൻ ആണ് ഉള്ളതെങ്കിൽ ACയിൽ നിന്ന് എത്ര ഉണ്ടായിരിക്കണം? കമൻസേ എവരിബഡി. ഇൻ ഓർഡർ ടു നെറ്റ് മാഗ്നറ്റിക് ഫോഴ്സ് 0 ആയിട്ട് മാറണമെങ്കിൽ നമ്മുടെ ACയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് എത്രയായിട്ട് പറയേണ്ടി വരും? കമാൻ എവരിബഡി. Come on. Exactly. ഒന്ന് ഷെയർ ചെയ്ത ആൻസർ. സീറോ ആകണമെങ്കിൽ -F വന്നേ പറ്റൂ. സോ എക്സാക്ട്ലി നമുക്ക് സെക്കൻഡ് ചോയ്സ് നമുക്ക് ആൻസർ ആയിട്ട് പറയാം. അപ്പൊ ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒരു കാരണവശാലും മറന്നു പോകരുതേ. നോക്കണേ, ക്വസ്റ്റ്യൻ നമ്പർ 12. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. A rectangular coil of length 0.12 meter and width that is given as is equal to 0.1 meter, having number of turns as 50, is suspended vertically in a magnetic field of a strength 0.2 Weber per meter square. That coil carries a current of 2 ampere. If the plane of the coil is inclined at an angle 30 degree with the direction of field. So that is a very important one. That rectangular coil makes an angle. A magnetic field might plane make an angle of 30 degree. It is very important. The torque required to keep the coil in stable equilibrium. വളരെ പ്രധാനപ്പെട്ട കേസാണ്. നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് we can say M cross B എന്ന് പറഞ്ഞാൽ MB sin theta. M എന്ന് പറയുന്നത് ഒരു കോയിലിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ആണ് അല്ലെ. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? NIAB sin theta. That is very important. അപ്പൊ the torque acting on a coil. അപ്പൊ അവിടെ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കണേ, എമ്മും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ്. എം എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ NIA. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. NIAB. സോ NIA. അപ്പൊ ഏരിയ വെക്ടറും അതോടൊപ്പം മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് നമുക്ക് തീറ്റയായിട്ട് വരേണ്ടത്. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും നമ്മുടെ പ്ലെയിനുമായിട്ട് 30 ഡിഗ്രി ആണെന്ന്. അപ്പൊ നമ്മുടെ ഏരിയ വെക്ടറുമായിട്ട് എത്രയായിട്ട് നമുക്ക് എടുക്കാം? 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി നമ്മുടെ എല്ലാ കാര്യങ്ങളുമായി. എന്താണ് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത്? 50 ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്ന് പറയുന്നത് 2 ആംപിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുക. ദെൻ ഏരിയ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ അല്ലേ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് 0.12 into 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0.2 ആണ്. ദെൻ ആംഗിൾ എന്ന് പറയുന്നത് sin 60 ആയിട്ട് മാറുന്നു. അപ്പൊ √3/2 ആണ്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഏത് ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും? കമാൺ എവരിബഡി, കമാൺ ട്രൈ ഇറ്റ്. അവിടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആംഗിൾ കൺസിഡർ ചെയ്യുന്നതാണ്. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 0.2078. So roughly we can say 0.2 Newton meter. So the first option, that is the answer. അപ്പൊ നമ്മുടെ ഒരു റെക്ടാങ്കുലർ കോയില് ബി മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിന്റെ ടോർക്കിന്റെ റിലേഷൻ M cross B or MB sin theta. And keep in mind that M take the value as NIA. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്.
അടുത്ത കോൺസെപ്റ്റിലേക്ക് നോക്കി. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റ് ആണ് കുഞ്ഞുങ്ങളെ, ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എം എന്ന് പറയുന്ന മാഗ്നറ്റിക് മൊമെന്റ് വെച്ചിട്ട് ഒരു കോയിൽ വെച്ചിട്ട് θ1 ആംഗിളിൽ നിന്ന് θ2യിലേക്ക് ടിൽറ്റ് ചെയ്യാൻ how much work we have to done. So that is given as mb into cos θ1 minus cos θ2. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. A 250 turn rectangular coil of length is equal to 2.1 centimeter and width that is given as is equal to 1.25 centimeter carries a current of 85 microampere and is subject to a magnetic field that is given as a 0.85 Tesla. Work done for rotating the coil by 180 degree. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് θ1 എന്ന് പറയുന്നത് നമ്മുടെ പാരലൽ ടു ദ ഫീൽഡ് എന്നുള്ള ആസ്പെക്ട്സ് എടുക്കാം. രണ്ടാമത്തെ കേസ് പറയുന്നത് അത് 180 ഡിഗ്രിയിലേക്ക് മാറുന്നു എന്നാണ്. അപ്പൊ നമുക്ക് എം ബി ഇൻറ്റു കോസ് 0 മൈനസ് കോസ് 180 ഡിഗ്രിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. That cos 0 become 1 minus cos 180 become minus 1. Minus 1, exactly you get the value mp into 1 plus 1. It becomes a 2mb. In easier. So, your equation on the മനസ്സിലാക്കുക. ഇനി നമുക്ക് മാഗ്നറ്റിക് മൊമെന്റിനെ മറന്നു പോകരുത്, NIA ആയിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം മാഗ്നറ്റിക് മൊമെന്റ് ഫോർ എ കോയിൽ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സ്ട്രാറ്റജിയിലാണ് പഠിച്ചിരിക്കുക. എന്താ നമ്പർ ഓഫ് ടേൺസ് 250 ആണ്. ലെങ്ത് നമ്മുടെ കറണ്ട് ഫ്ലോയിങ് എന്ന് പറയുന്നത് 85 into 10 to the power of minus 6 into then വീണ്ടും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഏരിയ ആണ്. സോ ലെങ്ത് ഇൻറ്റു ബെർത്ത്. So 2.1 into 10 to the power of minus 2 into that 1.2 into 25 into 10 to the power of minus 2. That much into the magnetic field as a 0.85. One solve it. Come on, everybody. Give the answer quickly. Come on, everybody. So on solving, you get the value as 9.48 into 10 to the power of minus 6. That much joule. So we can take the fourth option as the answer. So ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നോക്കണേ, the next concept, so that is nothing but equal to the moving coil galvanometer. അപ്പോൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. അതിൽ യു മസ്റ്റ് നോ ദ സിമ്പിൾ ഫാക്ടേഴ്സ്. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ റേഡിയൽ ഫീൽഡ്, അതിന്റെ സ്പ്രിങ്ങിന്റെ മെറ്റീരിയൽ, ദ ഫോസ്ഫർ ബ്രോൺസ്, ഹൈലി ഇലാസ്റ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. സി വളരെ പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ദ കറണ്ട് സെൻസിറ്റിവിറ്റി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, ദ റെസിപ്രോക്കൽ ഓഫ് കറണ്ട് സെൻസിറ്റിവിറ്റി, ദ ഫിഗർ ഓഫ് മെറിറ്റ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കോൺസെപ്റ്റ്സുകളാണ്. സി ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് the current sensitivity, the deflection per unit current. ഇതിനെയാണ് നമ്മൾ കറണ്ട് സെൻസിറ്റിവിറ്റി ആയിട്ട് പറയുക. അതിന്റെ ഇക്വേഷൻ ഒന്ന് മനസ്സിലേക്ക് ഓർത്തിരിക്കണേ. that NAB by K, the K the torsional constant. അതേപോലെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് പൊട്ടൻഷ്യൽ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ്. പക്ഷെ അവിടെ നമുക്ക് വി എന്ന് പറയുന്നത് നമ്മുടെ I/R ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് കൊണ്ട് കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവിഷൻ ബൈ ആറിനെ നമുക്ക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആയിട്ട് പറയാം. പിന്നെ ഇത് രണ്ട് കേസസും ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമുക്ക് നീറ്റിന് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഹൗ വി ക്യാൻ കൺവേർട്ട്
a moving coil galvanometer into a meter. Especially നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ്, അമീറ്റർ എന്ന് പറയുന്നത് ഒരു ലോ റെസിസ്റ്റൻസ് ഡിവൈസ് ആണ്. ഐഡിയലി സ്പീക്കിംഗ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് 0. It will not affect if we connect it series to a circuit. So അത് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ, ലോ റെസിസ്റ്റൻസ് ഡിവൈസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എപ്പോഴും സീരീസോടെ ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യാൻ ഇൻ എ സർക്യൂട്ട്. അത് ലോ റെസിസ്റ്റൻസ് ആക്കാൻ വേണ്ടി വി ആൾവേസ് കണക്ട് എ ഷണ്ട് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. ഇതൊരു പാരലൽ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഓർക്കണേ, ഐ എന്ന് പറയുന്ന ടോട്ടൽ കറണ്ടാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. പക്ഷെ ഗാൽവനോമീറ്ററിന്റെ ഫുൾ ഡിഫ്ലക്ഷന് വേണ്ട കറണ്ട് എന്ന് പറയുന്നത് വളരെ മിനിമം എമൗണ്ട് ആണ്. ബാക്കിയുള്ളത് കടന്നു പോകാനാണ് നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തത്. So Ig is said to be the current needed for full deflection in the galvanometer. ആ പാരലൽ നെറ്റ്വർക്കില് പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് we can write it to be Ig into G is equal to S into I minus Ig. We get the equation for the shunt needed to connect parallel to the galvanometer in order to convert into an ammeter. So that is shunt take the value as is equal to Ig division by I minus Ig, that much into G. So that is the very important relation. അതേപോലെ ഓർമ്മയിരിക്കട്ടെ, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ ഒരു വോൾട്ട്മീറ്റർ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരണം, വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത് ഒരു ഹൈ റെസിസ്റ്റൻസ് ഡിവൈസ് ആണ്. ഐഡിയൽ സിറ്റുവേഷനിൽ ഓർക്കണം, അതിന്റെ റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സർക്യൂട്ടിൽ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ ഇറ്റ് ആൾവേസ് കണക്ട് പാരലൽ ടു എ നെറ്റ്വർക്ക്. എപ്പോഴും പാരലൽ ആയിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യാൻ. സോ ഒരു ഹൈ റെസിസ്റ്റൻസ് ആക്കി മാറ്റാൻ വേണ്ടി കീപ് ഇൻ മൈൻഡ് വി കണക്ട് എ റെസിസ്റ്റൻസ് ആർ ഇൻ സീരീസ്. അവിടെ കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ Ig into G. അപ്പൊ അവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് Ig into G plus R. Our aim is to find what is the value for R. So G plus R take the value as is equal to V by Ig, and the resistance we need to connect in series, that is equal to V by Ig minus the galvanometer resistance. ആ ഒരു പോയിന്റ് മനസ്സിൽ മായാതെ നിൽക്കട്ടെ. ഈ 3 കേസസ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി തന്നെ ഡിവൈസസ് ബേസ് ചെയ്ത് നമുക്കൊരു 4-5 ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അപ്പൊ അതിൽ ഈ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനൊക്കെ ഒത്തിരി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടെ ആ ക്വസ്റ്റ്യനുകളിലേക്ക് എത്തുവാൻ വേണ്ടി നോക്കുക. So we are waiting just 3 questions to complete the chapter. So the question number 14, a good question. Come on, try to do it. Current sensitivity of a moving coil galvanometer, that current sensitivity, it is given as a 5 division by milliampere. Appo division per ampere like venel matam, appo milli 10 to the power of -3 ആണ്. So നമുക്കത് 10 cube division by ampere ആയിട്ട് എടുക്കാം. And its voltage sensitivity, it is given as is equal to 20 division by volt. The resistance of the galvanometer is, നമുക്ക് വളരെ വ്യക്തതയോടെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് കറണ്ട് സെൻസിറ്റിവിറ്റി ബൈ റെസിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? കറണ്ട് സെൻസിറ്റിവിറ്റി ബൈ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എടുത്താൽ പോലെ. That is equal to 5 into 10 to the power of 3 division by that 20. That is equal to 0 in 500 division by 2. You get the answer as 250 ohm. So exactly the 4th option as the answer. Is it clear? Very good, very good. Exactly, you are right.
ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ് നമ്മുടെ കറണ്ട് സെൻസിറ്റിവിറ്റി. അതിൽ എങ്ങനെയാണ് കറണ്ട് സെൻസിറ്റിവിറ്റി ഡിപ്പെൻഡബിൾ ആകുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. നമ്പർ ഓഫ് ടേൺസിനെ, ഏരിയ ക്രോസ് സെക്ഷനെ, മാഗ്നറ്റിക് ഫീൽഡ് അവിടെയുള്ളത്, അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കേസസ് ആണ്. നോക്കി ക്വസ്റ്റ്യൻ നമ്പർ 15. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഒന്ന് സ്വന്തമായിട്ട് ചെയ്യാനൊന്ന് ശ്രമിച്ച എല്ലാവരും. A galvanometer has a coil of resistance 100 ohm. And gives a full scale deflection for 30 milliampere current. So galvanometer current is taken as a 30 milliampere. It is to work as a voltmeter of a 30 volt range. So the maximum potential we need to find as a 30 volt. The resistance required to be added will be. So we need to find what is the value for R. So we get the relation as R is equal to V by Ig by capital G. Come on, try to do it. Come on, everybody. You can. So please share the answer. So that is equal to, what is V there? That is equal to 30 division by, what is Ig? That is a 30 milliampere minus capital G as 100. So that is equal to, that is 1000 division by, minus 100. So we get the answer as a 900 ohm. So exactly we can say that first option is the answer. Very good, very good. Exactly, you are right. Good. Very good, very good. So ഓർക്കുക, ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ നമ്മളൊരു വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഹൈ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ദാറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. ആ വാല്യൂ എന്ന് പറയുന്നത് വി ബൈ ഐ ജി മൈനസ് ക്യാപിറ്റൽ ടി. അവിടെ ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം റേഞ്ച് ആണോ മെഷർ ചെയ്യേണ്ടത് ആ വാല്യൂ ആണ്. എന്താണ് ഐ ജി എന്ന് പറയുന്നത്? ഗാൽവനോമീറ്ററിലെ കറണ്ട് in order to get it with full deflection. Capital G എന്ന് പറയുന്നത് resistance of the galvanometer. Question number 16. A galvanometer having a coil of resistance 60 ohm shows full scale deflection when a current of 1 ampere passes through it. It can be converted into an ammeter to read current up to 5 ampere. അപ്പോൾ ഓർക്കുക, അവിടുത്തെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? 60 ആയിട്ടാണ് തന്നിരിക്കുന്നത്. Shows full scale deflection when a current of 1 ampere pass through it. That means Ig take the value as is equal to 1 ampere. And it can be converted into ammeter to read current up to 5 ampere by. So the maximum current അവിടെ നമുക്ക് മെഷർ ചെയ്യേണ്ടത് 5 ampere ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ആ കണക്ട് ചെയ്യേണ്ട ഷണ്ട് എന്ന് പറയുന്നത് വി നീഡ് ടു കണക്ട് ആൾവേസ് പാരലൽ ടു ദ സർക്യൂട്ട് അല്ലെ. ആ ഷണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് ചോയ്സ് നമുക്ക് പോയി കഴിഞ്ഞു. ഇനി ഷണ്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സിമ്പിൾ ആയിട്ട് നമ്മുടെ ഇക്വേഷൻ ഓർക്കണേ, ഐ ജി ബൈ ഐ മൈനസ് ഐ ജി ഇൻറ്റു ക്യാപിറ്റൽ ജി. സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. എന്താണ് അവിടുത്തെ ഐ ജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് 1 ആംപിയർ ആണ്. ദാറ്റ് ടോട്ടൽ കറണ്ട് വി നീഡ് ടു മെഷർ ഇറ്റ് ഈസ് 5 ആണ്. സോ ഫോർ ഫുൾ ഡിഫ്ലക്ഷൻ ദാറ്റ് ഈസ് 1 into capital G, that is a 60. So that is equal to 60 division by 4. So you get the concept as 15 ohm. So the shunt resistance is always connected in parallel. So that 15 ohm resistance is we connected in parallel, and hence we can say that the third option is the answer. Yes, exactly. കുഞ്ഞുങ്ങളെ, SS ഫിസിക്സ് ക്ലാസ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഇൻഫർമേഷൻ അത് നിങ്ങൾ ഓർക്കുക. ആ ചാപ്റ്റർ ആസ് എ ഹോൾ ഒരു 1.5 hours കൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ്. അപ്പൊ അത് വളരെ ആരോഗ്യപരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ നീറ്റ് 2021 അതൊരു നല്ലൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും. സകല പോയിന്റ്സ് നമുക്ക് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം. സോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും.
നിങ്ങൾ ആ ഒരു സപ്പോർട്ട് തരുമ്പോഴാണ് നമുക്ക് കൂടുതൽ വളരെ ഊർജ്ജമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള എനർജി നൽകുക. So dear students, please share this channel to your friends too. നന്നായിട്ട് പഠിക്കുക. ഇനി 10+ days to go. The very important days. നല്ല പ്രാർത്ഥനയോടെ, നല്ല കോൺഫിഡൻറ്റോടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എക്സാം ഹാളിൽ കാത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകട്ടെ. ഓരോ നിമിഷവും ആ ഒരു എനർജി ഷെയർഡ് ആകുമ്പോൾ you can wait with more rank, no doubt at all. So future practice, take care. God bless you.